സച്ചിങ്ങളും അച്ഛനും തമ്മിൽ എന്താ പ്രശ്നം? സച്ചിങ്ങളിലൊരു വിഷമം വന്നാ ഇന്ദുട്ടിക്കും വിഷമം വരും. ഗൗരിമോളെ, ഒരു ദിവസം മോള് ഇന്ദുട്ടിയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണേ, അമ്മയ്ക്കൊന്ന് കാണാലോ. അതിനെന്താ, കൊണ്ടുവരാലോ. ഇന്ദുട്ടിയും സച്ചിയങ്കളൊക്കെ എവിടെ താമസിക്കുന്നേ? ഒരുപാട് ദൂരെയാ? നമ്മുടെ ശ്രീകണ്ഠേശ്വര അമ്പലം ഇല്ലേ, അവിടുന്ന് റൈറ്റിലോട്ട് ഒരു വഴിയുണ്ട്. അതുവഴി നേരെ ചെന്ന ഇന്ദുട്ടിയുടെ വീടായി. അമ്മ പോകുന്നുണ്ടോ? എന്നാ എന്നെയും കൂട്ടണേ, ഇല്ലെങ്കിൽ ഞാൻ പിണങ്ങുവേ. മോളറിഞ്ഞോ, അമ്മയുടെ വയറ്റില് കുഞ്ഞാവയുണ്ട്, ഒരു അനിയൻ ബാവ. അനിയൻ ബാവയെന്ന് സച്ചേട്ടങ്ങ് തീരുമാനിച്ചോ? ചിലപ്പോ അനിയത്തിയാണെങ്കിലോ? ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അനിയനായാലും അനിയത്തിയായാലും നമുക്ക് ഒരുപോലെയല്ലേ? എന്നാലും സച്ചേന്റെ ഉള്ളിലെ ആഗ്രഹമല്ലേ അറിയാതെ പുറത്തു വന്നത്. ആ നാവ് പൊന്നായിരിക്കട്ടെ. ഒരു മോനും ഒരു മോളും നല്ല രസമായിരിക്കുമല്ലേ സച്ചേട്ട? ആ കാഴ്ച മനസ്സിൽ കാണുമായിരുന്നു ഞാൻ. ഈ മുറ്റത്ത് ഓടിക്കളിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ പിന്നാലെ കളിച്ചും ചിരിച്ചും താനും ഞാനും. അച്ഛാ, റെഡിയായ നമുക്കിറങ്ങാം. ഞാനും ഒന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. പുറത്തേക്കെന്ന് പറഞ്ഞ അമ്പലത്തിൽ വരെ. ആഹാ, എന്നാ പിന്നെ പോകുന്ന വഴിക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അല്ല, എന്നെ വിട്ടിട്ട് പോന്ന മോക്ക് സ്കൂളിലെത്താനും ഗൂഗിളിന് ഓഫീസിലെത്താനും വൈകില്ലേ? ഞാനൊരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം. എന്തിനാ ഓട്ടോ വിളിച്ചു പോന്നേ? ഇവരുടെ കൂടെ പോയാ നിനക്ക് അമ്പലത്തിന്റെ നടയിൽ ഇറങ്ങുകയും ചെയ്യാം, അവർക്ക് പോവുകയും ചെയ്യാം. ഒരു താമസം ഉണ്ടാവില്ല. എന്തിനാ അമ്മ വെറുതെ നിർബന്ധിക്കുന്നത്? സമൃദ്ധ ഓട്ടോയിൽ പൊക്കോട്ടെ, ഞങ്ങൾ പൊക്കോളാം. എന്നാ പിന്നെ ശിശിരിയോടും കൂടി മോളുടെ കൂടെ വരാൻ പറയാം. ശിശിരേച്ചി ഒരുങ്ങി റെഡിയായി വരുമ്പോഴേക്കും നട അടയ്ക്കും. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. നമുക്ക് പോയാലോ? അമ്മേ, ഉമ്മ. ടാറ്റാ. ടാറ്റാ. ടാറ്റ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നെ വിളിച്ചാൽ മതി. അമ്മേ ശരി. അപ്പാ ബൈ.